നമസ്കാരം. സൈലന്റ് നീറ്റ് ഇൻഫോ സീരീസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പലപ്പോഴും കുട്ടികളെ നീറ്റ് പരീക്ഷ കഴിഞ്ഞ് വീട്ടിലിരിക്കുന്ന സമയത്ത് പല മിസ്റ്റേക്കുകളും ചെയ്യാറുണ്ട്. അതായത് നീറ്റ് പരീക്ഷയായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഫ്യൂച്ചറിലേക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പല മിസ്റ്റേക്കുകളും ചെയ്യാറുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ. നേരെ വീഡിയോയിലേക്ക് പോവാം. ഇതിൽ ഞാൻ കുറച്ച് പോയിന്റുകളായിട്ട് നിങ്ങൾക്ക് അതൊരു കൃത്യമായിട്ട് പരത്തി പറയാതെ പോയിന്റുകളായിട്ട് തന്നെ പറയുന്നുണ്ട്. ഒരു 5 മിനിറ്റ് ഒന്ന് ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ കുറച്ച് നമുക്കൊരു പ്ലാനിങ് ചെയ്യാനുള്ള ഒരു സാവകാശം കിട്ടും, ഒരു ഐഡിയയും കൂടെ കിട്ടും. ആദ്യമായിട്ട് പറയാനുള്ളത് ഡു നോട്ട് പാനിക് ആഫ്റ്റർ എക്സാം എന്നാണ്. അത് നമ്മൾ എത്ര വേണമെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പൊ സാധാരണ ഇതിൽ ഞാൻ ഇവിടെ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഞാൻ സൈലത്തിലൊരു സൈക്കോളജിസ്റ്റ് കൂടിയാണ്. അപ്പൊ ഇവിടെ നമ്മളെ എപ്പോഴും നോർമലി നമ്മൾ പാനിക് ആവുന്ന സമയത്ത് സൈക്കോസൊമാറ്റിക് എന്നാണ് പറയുക. സൈക്കോസൊമാറ്റിക് എന്ന് വെച്ചാൽ സൈക്കോ മീൻസ് മൈൻഡ്, സോമ മീൻസ് ബോഡി. അതായത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പാനിക് ആകുമ്പോൾ അത് മനസ്സിൽ നിന്ന് ശരീരത്തിലേക്കാണ് വരിക. നമ്മുടെ FMC നഷ്ടപ്പെടും എന്നാണ് പറയുക. FMC സ്റ്റാൻഡ് ഫോർ F ഫോർ ഫോക്കസ്, M ഫോർ മെമ്മറി, C ഫോർ കോൺഫിഡൻസ് ഓർ കോൺസെൻട്രേഷൻ. അപ്പൊ നമ്മളൊരു കാര്യത്തെ കുറിച്ച് തന്നെ ആലോചിച്ച് പാനിക് ആകുമ്പോൾ ഒരു ഗുണമില്ല എന്ന് മാത്രമല്ല, നമ്മുടെ പല കാര്യങ്ങളും നഷ്ടപ്പെടുകയാണ്. മെയിനായിട്ട് നിങ്ങളുടെ ഫോക്കസ് അങ്ങ് പോകും. ഫോക്കസ് പോകുമ്പോൾ ഇനി തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ നിങ്ങൾക്ക് ഉണ്ടാവില്ല. അപ്പൊ ആദ്യം നമ്മൾ വേണ്ടത് പാനിക് ആവാതിരിക്കുക എന്ന് തന്നെയാണ്. കാരണം ഫോക്കസ് പോയി കഴിഞ്ഞാൽ തുടർ പ്രവർത്തനങ്ങളെല്ലാം അവതാളത്തിലാവും. 2 മെമ്മറി, നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മറന്നുപോകും. അലോട്ട്മെന്റിന്റെ കാര്യങ്ങൾ മറന്നുപോകും. ഇനി ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, ഹോൾ ടിക്കറ്റ് എവിടെയാ വെച്ച് നിങ്ങൾ നോക്കിയാൽ മതി. എപ്പോഴും നിങ്ങൾ പാനിക് ആവുന്നോ നിങ്ങളുടെ ഫോക്കസ് പോയിട്ടുണ്ടാവും. പല കുട്ടികളും പരീക്ഷ ഹാളിലേക്ക് പോകുമ്പോൾ നല്ല പാനിക് ആവും. പരീക്ഷ 12-ാം തീയതി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ 10-ാം തീയതി എന്ന് പറഞ്ഞാൽ, ഒരു 8-ാം തീയതി 7-ാം തീയതി ആകുമ്പോഴേ ഒരു പാനിക് ആവാൻ തുടങ്ങും. ഈ പാനിക് ആവുന്ന സമയത്ത് ബോഡി പല സിംറ്റംസ് കാണിക്കും. അതിന് ഹോർമോണൽ ഇംബാലൻസ് കാരണമാണ്. നിങ്ങളുടെ ഓൾറെഡി നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു പാനിക് സ്ക്രിപ്റ്റ് ഉണ്ട്. അതായത് നിങ്ങളുടെ മാസ്റ്റർ ബ്രെയിനിൽ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാവും. അതായത് എപ്പോഴൊക്കെ പാനിക് ആവണമെന്ന്. അതിന്റെ ഭാഗമായിട്ട് എപ്പോഴും പാനിക് ആകുമ്പോൾ നിങ്ങളുടെ ബോഡിയിൽ വരുന്ന ചില സിംറ്റംസ് ഉണ്ട്. അതിനാണ് ഞാൻ സൈക്കോസൊമാറ്റിക് എന്ന് പറഞ്ഞത്. അത് ചില ആൾക്കാർക്ക് അത് ന്യൂറോ സിസ്റ്റത്തിനെ ബാധിക്കും. ന്യൂറോ സിസ്റ്റം എന്ന് വെച്ചാൽ തലവേദന, തലകറക്കം. ചില ആൾക്കാർക്ക് അത് ഉണ്ടാവുക നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനാണ്. അതായത് നമ്മുടെ വയറ്റിൽ വലിയ രീതിയിൽ അസ്വസ്ഥതയാണ്. ഛർദ്ദിക്കാൻ തോന്നുക, ഭക്ഷണം ദഹിക്കാതിരിക്കുക, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുക, വയറിങ്ങനെ ബ്ലോട്ടിംഗ് ആയിട്ട് വരിക. ചില ആൾക്കാർക്ക് അത് കാർഡിയോ സിസ്റ്റത്തിന്. കാർഡിയോ എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് ഹാർട്ട് ബീറ്റ്. ഇതൊന്നും ഗുരുതരമായ കാര്യങ്ങളല്ല, സിംറ്റംസാണ്. കാർഡിയോ ഒക്കെ കൂടുതൽ ഹാർട്ട് ബീറ്റ് ഒക്കെ കൂടി എപ്പോഴും പാനിക് ആവുന്ന ഒരവസ്ഥ. ചില ആൾക്കാർ റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ ബാധിക്കും. ശ്വാസതടസ്സം വരും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ പലപ്പോഴും ടെൻഷൻ വരുന്ന കുട്ടികൾക്ക് എപ്പോഴും ശ്വാസം മുട്ടൽ അനുഭവപ്പെടും. കാരണം അവർ പാനിക് ആകുമ്പോൾ അവരുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ അത് ബാധിക്കുന്നു. ചില ആൾക്കാരുടെ ഇമ്മ്യൂൺ സിസ്റ്റം വെച്ചാൽ പല രീതിയിൽ അസുഖങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പാനിക് ആവുന്നതുകൊണ്ട് ദോഷങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു കാര്യത്തിനെ കുറിച്ച് തന്നെ, കാരണം നമ്മൾ ചെയ്യേണ്ടത് ചെയ്തു കഴിഞ്ഞു. അതിൽ നിങ്ങളതായിട്ടുള്ള പേഴ്സണൽ മിസ്റ്റേക്സ് ഉണ്ടായേക്കാം. അതായത് കഴിഞ്ഞ വർഷം നിങ്ങൾ പൂർണ്ണമായ രീതിയിൽ നിങ്ങളുടെ കഴിവ് പുറത്തെടുക്കാൻ പറ്റില്ലായിരിക്കാം. ഓൾമോസ്റ്റ് നവംബർ, ഡിസംബർ അല്ലെങ്കിൽ ഒക്ടോബർ മാസം ആകുമ്പോഴത്തേക്ക് ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലോ, നിങ്ങളുടെ ഡൊമസ്റ്റിക് ലൈഫിലോ, നിങ്ങളുടെ സോഷ്യൽ ലൈഫിലോ, നിങ്ങളുടെ അക്കാഡമിക് ലൈഫിലോ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അപ്പൊ മനസ്സിനെ പറ്റി എപ്പോഴും പറയാറുണ്ട്, മനസ്സ് വലിയ വിജയങ്ങളിലല്ല ഫോക്കസ് ചെയ്യുക, അല്ലെ? മനസ്സ് ചെറിയ പരാജയങ്ങളിലാണ് ഫോക്കസ് ചെയ്യുക. നമുക്ക് വലിയ വിജയങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പെട്ടെന്ന് വിട്ടുകളയും. പക്ഷെ ചെറിയ പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ അത് തന്നെ ചകഞ്ഞ് ഫോക്കസ് ചെയ്ത്, അത് മനസ്സിന്റെ രീതിയാണ്. അത് ഓൾമോസ്റ്റ് എല്ലാ മനുഷ്യന്മാരും അങ്ങനെ തന്നെയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ പാനിക് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോക്കസ് പോവും, മെമ്മറി പോവും, അറ്റൻഷൻ, കോൺസെൻട്രേഷൻ പോവും. അതിന്റെ ഒന്നും അടിയാക്കണ്ട. ഏതായാലും ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഇനി നിങ്ങൾ വരുന്നിടത്ത് വെച്ച് നേരിടുക എന്നുള്ള വളരെ ധൈര്യത്തോട് കൂടിയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് നിങ്ങളോട് പറയേണ്ടത്. ഈ മിസ്റ്റേക്ക് നിങ്ങൾ ഒഴിവാക്കുക. നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ, നിങ്ങളിപ്പോ പാനിക് ആയതുകൊണ്ട് എന്ത് ഗുണമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്? പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. ഓക്കെ. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ കൗൺസിലിംഗ് അപ്ഡേറ്റ്സ് ഇഗ്നോർ ചെയ്യുക. അതായത് ചില കുട്ടികൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതായാലും എന്റെ മാർക്കല്ല ഇത്രയാണ്. ഇന്നലെ ഞാൻ ലൈവ് ചെയ്യുന്ന സമയത്ത്, കഴിഞ്ഞ ദിവസം ലൈവ് ചെയ്യുന്ന സമയത്ത് ഒരു കുട്ടി ഇട്ട കമന്റ് ഞാനത് എടുത്തു വെച്ചിട്ടുണ്ട്, എന്റെ ഫോണിലുണ്ട്. അതായത്, സാർ എന്റെ മാർക്ക് കുറവാണ് എന്ന് കരുതി ഞാൻ കൗൺസിലിംഗ് അവോയ്ഡ് ചെയ്തു. എന്നേക്കാളും കുറഞ്ഞ മാർക്കുള്ള കുട്ടിക്ക് ഇപ്രാവശ്യം അഡ്മിഷൻ കിട്ടി എന്ന് പറഞ്ഞിട്ടൊരു കമന്റ് ഇട്ടൊരു കുട്ടി. നിങ്ങൾ വേണമെങ്കിൽ ലൈവ് നോക്കി, അതിൽ ആ കമന്റ് ഉണ്ട്, ഇപ്പോഴും ഉണ്ടാവും. അപ്പോ ഇത് എന്താ സംഭവിക്കുന്നത്? ഈ പാനിക് ആകുമ്പോൾ തന്നെ ഫോക്കസ് പോയി. പിന്നെന്ത് കൗൺസിലിംഗ്, പിന്നെന്ത് കാര്യം? അപ്പൊ ഈ ഒരു മിസ്റ്റേക്ക് ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. പാനിക് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോക്കസ് പോകും. അതുകൊണ്ട് കൗൺസിലിംഗ് പോലെ, കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? സൈക്കോളജിക്കൽ കൗൺസിലിംഗ് ആണോ? അല്ല, കൗൺസിലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് MCC കൗൺസിലിംഗും സ്റ്റേറ്റ് ലെവൽ കൗൺസിലിംഗ് ആണ്. അതായത് കേന്ദ്ര ഗവൺമെന്റ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് നടത്തുന്ന MCC കൗൺസിലിംഗ്, അതേപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ് നടക്കുന്ന നമ്മുടെ CEന്റെ കൗൺസിലിംഗ്. ഈ 2 അലോട്ട്മെന്റ് കൗൺസിലിംഗ് പ്രോസസ്സിൽ പങ്കെടുത്താൽ മാത്രമേ അവസാന റൗണ്ട് വരെ, 3 റൗണ്ട് ഉണ്ടെങ്കിൽ 3 റൗണ്ട്, 4 റൗണ്ട് ഉണ്ടെങ്കിൽ 4 റൗണ്ട്, അവസാന റൗണ്ട് വരെ അതിൽ പങ്കെടുത്താൽ മാത്രമേ നമുക്ക് കിട്ടുമോ എന്നുള്ള അറിയാൻ വേണ്ടി പറ്റും. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ് ജൂൺ മാസം മുതൽ ഉണ്ടാവും. അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ചില കുട്ടികൾ ഇങ്ങനെയാണ്, മാർക്ക് കുറവാണ്, ഇനി ഞാൻ ഒന്നും നോക്കുന്നില്ല. അതാണ് നിങ്ങളെ രണ്ടാമത്തെ മിസ്റ്റേക്ക് ഒഴിവാക്കേണ്ടത്. പിന്നെ മൂന്നാമത്തെ മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ, ഓൾറെഡി നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞു,
മാർക്ക് കുറഞ്ഞ സമയത്ത് എന്ത് ചെയ്യും, നിങ്ങളുടെ ഓപ്ഷൻസ് നിങ്ങൾ എന്ത് ചെയ്യും, ലിമിറ്റ് ചെയ്യും. എനിക്ക് MBBS ആണ് കിട്ടിയില്ല. സപ്പോസ് നിങ്ങൾ ആലോചിക്കുക, വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല എന്നാണെങ്കിൽ മറ്റു കോഴ്സുകൾ, അതായത് ആയുഷ് കോഴ്സുകൾ, ആയുർവേദ, ഹോമിയോ, അതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തപ്പോൾ തന്നെ ആയുർവേദ മോശമാണ്, ഹോമിയോ, പക്ഷെ അങ്ങനെ എനിക്കൊരു അഭിപ്രായമില്ല. വെറ്റിനറി മോശമാണ്, എന്തിനാ കുട്ടികൾ അത് എടുക്കാൻ പറയുന്നതൊക്കെയുള്ള കമന്റ്സ് ഒക്കെ കണ്ടു. പക്ഷെ എല്ലാം എന്ന് പറയുന്നത് ആ ഒരു ഫീൽഡിലൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് ശോഭിക്കാൻ പറ്റും, നല്ല മികച്ചൊരു ഡോക്ടർ ആവാൻ വേണ്ടി പറ്റും. എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല. പിന്നെ ഒരാൾ ഒരു അഭിപ്രായം പറയുമ്പോൾ തന്നെ നമുക്കത് കൺസിഡർ ചെയ്യണം, അത്രേ ഉള്ളൂ. അപ്പൊ MBBS മാത്രമല്ല, BDS, ആയുഷ്, വെറ്റിനറി, മറ്റ് അലൈഡ് കോഴ്സുകളിലേക്കുള്ള, ഉദാഹരണത്തിന് കേരളത്തിൽ ഫോറസ്ട്രി, ഫിഷറീസ് ഇതൊക്കെ വരാനുണ്ട്, പിന്നെ അഗ്രികൾച്ചർ വരാനുണ്ട്, കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, ഒരുപാട് കോഴ്സുകളുണ്ട്. അപ്പോൾ ഡോണ്ട് ലിമിറ്റ് യുവർ ഓപ്ഷൻസ്. എന്റെ ഓപ്ഷൻ MBBS മാത്രമാണ്, അതില്ല എന്ന് കരുതരുത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മറ്റു ഓപ്ഷൻസും കൂടെ ഇൻക്ലൂഡ് ചെയ്യുക. ഈ ഒരു മിസ്റ്റേക്ക് കൂടെ ചെയ്യാതിരിക്കുക. പിന്നെ ഈ ഡോക്യുമെന്റ് പ്രിപ്പറേഷൻ, അതായത് പലരും എന്ന് വെച്ചാൽ ഇതെല്ലാം കൈവിട്ട് പോയി എന്ന് പറഞ്ഞ ഒരു ഡോക്യുമെന്റ് ശ്രദ്ധിക്കില്ല. നിങ്ങളുടെ നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ ഇൻകം സർട്ടിഫിക്കറ്റ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, ഏതൊക്കെ സർട്ടിഫിക്കറ്റ്, PWD സർട്ടിഫിക്കറ്റ്, അത് EWS ഉണ്ടെങ്കിൽ അത് ഏതൊക്കെ സർട്ടിഫിക്കറ്റ് ആണ്. ചിലപ്പോൾ ഈ ഇങ്ങനെ ടെൻഷൻ വരുന്ന സമയത്ത് ഈവൻ 10th-ന്റെയും +2-ന്റെയും മാർക്ക് ലിസ്റ്റ് തന്നെ കാണാതാക്കിയ എത്രയോ കുട്ടികളെ എനിക്കറിയാം. ടെൻഷൻ വന്നു, പാനിക്കായി, ഒന്നും കാണുന്നില്ല. അപ്പൊ ഈ ഡോക്യുമെന്റ്സ് കൃത്യമായിട്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വെച്ചാൽ ഡോക്യുമെന്റ്സ് ഒരു നല്ല ഫയലിൽ വെക്കണം. അപ്പൊ എനിക്കൊരു അനുഭവം ഉണ്ടായി. ഞാൻ വീട് മാറുന്ന സമയത്ത് ഒരു 5 years ബാക്ക്, ഒരു 3 years ബാക്കാണ് എന്റെ സർട്ടിഫിക്കറ്റുകൾ. കൂടുതൽ ഇപ്പോൾ സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമില്ലല്ലോ. അതൊക്കെ ഞാനൊരു കവറിലാക്കിയിട്ട് എന്റെ പഴയ വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഒരു 3 years ആയി ശരിക്കും ഞാനത് എടുത്ത് നോക്കിയിട്ട്. പക്ഷെ ഞാൻ നല്ല സേഫ് ആയിട്ട് വെച്ചതാ. മരത്തിന്റെ ഒരു ഷെൽഫായിരുന്നു. 3 years കഴിഞ്ഞ് നോക്കി പോകുമ്പോഴത്തേക്ക് അതിന്റെ പുറം കവറൊക്കെ ദ്രവിച്ചിരിക്കുന്നു, പല സർട്ടിഫിക്കറ്റിനും പ്രിന്റ് കാണാനില്ല. ഇതൊക്കെ നമുക്ക് സംഭവിക്കാം. അപ്പൊ എപ്പോഴും നമ്മുടെ ഡോക്യുമെന്റ്സ് കൃത്യമായിട്ട് നമ്മുടെ കയ്യിലുണ്ട്, എപ്പോഴും നമ്മൾ വെരിഫൈ ചെയ്യണം. ആ ഒരു മിസ്റ്റേക്ക് ചെയ്യാതിരിക്കുക. ഡോണ്ട് ഡിലേ ഡോക്യുമെന്റ് പ്രിപ്പറേഷൻ. ഏതെങ്കിലും അഡീഷണൽ ഡോക്യുമെന്റ് നിങ്ങൾക്ക് കിട്ടാനുണ്ടെങ്കിൽ അത് ചെയ്യാം. ഇപ്പൊ ഉദാഹരണത്തിന് ESI, IP അവാർഡ് സർട്ടിഫിക്കറ്റ്, അങ്ങനത്തെ കുറെ സർട്ടിഫിക്കറ്റുകളൊക്കെ ഉണ്ട്. അപ്പൊ എന്തെങ്കിലും നിങ്ങൾക്ക് അഡീഷണൽ ഡോക്യുമെന്റ് ചെയ്യാനുണ്ടെങ്കിൽ അതും കൂടെ ചെയ്യാം. പിന്നെ ഡോൺ ഫോളോ അൺഒഫീഷ്യൽ ഇൻഫർമേഷൻ. ഇത് ഈ അവോയ്ഡ് റൂമേഴ്സ് ആൻഡ് മിസ്ലീഡിങ് ഗൈഡൻസ്. അപ്പോൾ നമുക്കിപ്പോൾ യൂട്യൂബ്, ഇപ്പം ഞാനിപ്പോൾ ഭയങ്കര ഒഫീഷ്യൽ ആയിട്ടുള്ള ഗൈഡൻസ് തരുന്ന ആളാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മളിതിലൊരു ഓതറേറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ റെപ്രസെൻറ്റേറ്റ് ആണ് വീഡിയോ ചെയ്യുന്നത്. പക്ഷെ ഒരുപാട് വീഡിയോസ് ഉണ്ടാവും യൂട്യൂബിൽ. അപ്പോൾ അത് കൃത്യമായ ഒരു ഇൻഫർമേഷൻ വെച്ചിട്ടായിരിക്കില്ല അത് ചെയ്യുന്നത്. ഇതിൽ ആരെങ്കിലും പറയുന്ന ഒരു വീഡിയോ കേട്ടിട്ട് അതിലെന്തെങ്കിലും കാര്യങ്ങൾ കേട്ടിട്ട് എൻ്റെ ജീവിതം തീർന്നു എന്ന് കരുതി വിലപിച്ചുകൊണ്ട് നടക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അൺഒഫീഷ്യൽ ആയിട്ടുള്ള മിസ്ലീഡിംഗ് ആയിട്ടുള്ള റൂമേഴ്സ്, ഇൻഫർമേഷൻസും ഫോളോ ചെയ്യുന്ന ഒഴിവാക്കുക. അങ്ങനെ ഒഴിവാക്കിയാൽ തന്നെ നല്ല മനസ്സമാധാനം നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ആ ഒരു മിസ്റ്റേക്ക് കൂടെ ചെയ്യാണ്ടിരിക്കും. പിന്നെ ഡോൺ സ്കിപ്പ് സ്റ്റേറ്റ് ആൻഡ് ഓൾ ഇന്ത്യ ഓപ്ഷൻസ്. അപ്പോൾ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്, കേരളത്തിൽ മാത്രമേ ഞാൻ പ്രവേശനം നേടുന്നുള്ളൂ എന്ന് ചിന്തിക്കുന്ന കുട്ടികളുണ്ട്. കേരളം മാത്രം. പക്ഷേ ഈ കേരളം മാത്രം എന്ന് പറയുമ്പോൾ അതിന്റെ മാർക്ക് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. കഴിഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേരളത്തിലെ മാർക്ക് എത്രയാണെന്നില്ല. പക്ഷെ നിങ്ങളുടെ മാർക്ക് കുറവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, മറ്റ് സംസ്ഥാനങ്ങൾ, നിങ്ങൾക്ക് ഏതുവരെ പോകാൻ വേണ്ടി പറ്റും? തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, തെലുങ്കാന, ഒറീസ, നിങ്ങൾക്ക് ഏതുവരെ പോകാൻ വേണ്ടി പറ്റും അത്രയും റേഞ്ചിൽ ഉള്ള സംസ്ഥാനങ്ങളോട് നോക്കിയിട്ട് ഫോക്കസ് ഓൺ ബോത്ത് സ്റ്റേറ്റ് ആൻഡ് ഓൾ ഇന്ത്യ കൗൺസിലിംഗ് സെഷൻസ്. പിന്നെ ഡോണ്ട് മേക്ക് ഹറിയഡ് ഡിസിഷൻ. അതായത് ഇപ്പോൾ നിങ്ങൾ പെട്ടെന്ന് എടുക്കുന്ന തീരുമാനങ്ങൾ, അതായത് ചില സമയത്ത് ഇപ്പോൾ +2 കഴിഞ്ഞ ഉടനെ എൻട്രൻസ് എഴുതിയൊരു കുട്ടിയായിരിക്കും. ആ കുട്ടിക്ക് ഓൾമോസ്റ്റ് ഒരു 450-500 മാർക്ക് ആ റേഞ്ചിലേ ഉള്ളൂ. അപ്പോൾ എന്തായിട്ട് MBBS കിട്ടില്ല, അത് ഞാൻ പെട്ടെന്ന് ഡിഗ്രി കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം. ഇതൊരു ഹറിയഡ് ഡിസിഷനാണ്. കാരണം ഫസ്റ്റ് അറ്റംപ്റ്റിൽ 450 അല്ലെങ്കിൽ 470, 500 മാർക്ക് കിട്ടിയ കുട്ടിക്ക് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടുത്തൊരു സാധ്യത അവനുണ്ട്. MBBS അവന് അത്രയും ഒരു ആഗ്രഹമുള്ള ഒരു സംഗതിയാണെങ്കിൽ. അപ്പൊ അത്തരത്തിലുള്ള പെട്ടെന്ന് എടുക്കുന്ന തീരുമാനം, ഏത് തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഒരു പേപ്പറിൽ എഴുതി നോക്കാം. ഇങ്ങനെ ഒരു ഡിസിഷൻ ഞാൻ എടുക്കാൻ വേണ്ടി ഇപ്പൊ നമ്മളോട് തന്നെ ചോദിച്ചു നോക്കാം. നമ്മളെ കുറിച്ച് ഏറ്റവും നന്നായിട്ട് അറിയുന്നത് നമ്മൾക്കല്ലേ. അപ്പൊ നമ്മളോട് ചോദിച്ചു നോക്കി, ഇങ്ങനെ ഒരു തീരുമാനം ഞാൻ എടുക്കുന്നത് ശരിയാണോ, അല്ല കുറച്ചും കൂടെ വെയിറ്റ് ചെയ്ത് ഇതിന്റെ റിസൾട്ട് ഒക്കെ നോക്കി എടുക്കണോ എന്നുള്ള ഒരു ഹറീഡ് ആയിട്ടുള്ള ഡിസിഷൻസ് ഒഴിവാക്കാം. ലാസ്റ്റ് നിങ്ങളോട് പറയാനുള്ളത്, ഡോണ്ട് മിസ് ബാക്കപ്പ് പ്ലാൻസ്. അപ്പൊ നമുക്ക് എപ്പോഴും കുറച്ച് ബാക്കപ്പ് പ്ലാൻസ് ഉണ്ടായിരിക്കണം. അപ്പം ഞാൻ എപ്പോഴും പറഞ്ഞൊരു എക്സാമ്പിൾ ആണ്, എനിക്കിപ്പോൾ ഒരു 1000 rupees വേണം. ഈ 1000 rupeesന് വേണ്ടിയിട്ട് എനിക്ക് എൻ്റെ ഒരു സുഹൃത്തുണ്ട്, നിഷാന്ത് എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ട്. അപ്പൊ ഞാൻ ചിന്തിക്കുന്നു, നിഷാന്ത് എനിക്ക് 1000 rupees തരും. ഒറ്റ പ്ലാൻ മാത്രമേ ഉള്ളൂ, നിഷാന്ത് വിൽ ഗിവ് മീ 1000 rupees. അപ്പൊ ഞാൻ നിഷാന്തിന്റെ അടുത്തേക്ക് പോകുന്നു. നിഷാന്ത് പറഞ്ഞ എൻ്റെ കയ്യിൽ കാശില്ല. അവിടെ ഞാൻ ഡെസ്പറേറ്റ് ആവുന്ന, ആകെ കൂടി തലക്ക് ഭ്രാന്തായിട്ടിരിക്കുന്നു. ശരിക്കും എനിക്ക് അവിടെ ഒരു പ്ലാൻ ബിയും പ്ലാൻ സിയും ഉണ്ടാവണം.
നിഷാന്ത് ചില സമയത്ത് പൈസ തന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം, നിരഞ്ജനോട് ചോദിക്കുക അല്ലെങ്കിൽ കബീറിനോട് ചോദിക്കുക എന്നുള്ള രീതിയിൽ 2 ഓപ്ഷൻസും കൂടെ എനിക്കുണ്ടെങ്കിൽ 2 പേരുടെ അടുത്ത് നിന്ന് പോയി കഴിഞ്ഞാൽ പ്രോബിലിറ്റി കൂടെയല്ലേ ബീന്റെ അടുത്തുനിന്നോ സീന്റെ അടുത്ത് എനിക്ക് കാശ് കിട്ടും. അപ്പൊ ഇത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു. അതേപോലെ തന്നെ നിങ്ങൾ കൃത്യമായിട്ടൊരു ബാക്കപ്പ് പ്ലാൻസ് ഉണ്ടാക്കണം. ഈ വർഷം ഞാൻ നീറ്റ് എഴുതി, ഇത്രയേ ഉള്ളൂ മക്കളെ, സിമ്പിൾ ആയിട്ട് ഇങ്ങോട്ട് നോക്കി. ഈ വർഷം ഞാൻ നീറ്റ് എഴുതി, എനിക്ക് ഇത്ര റാങ്ക് കിട്ടി, ഇനി ഈ റാങ്കിൽ എനിക്ക് ഇന്ന കോഴ്സിനാണ് പ്രവേശനം കിട്ടാൻ സാധ്യത. അതിന് നമ്മുടെ വീഡിയോസ് ഒക്കെ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും ഈ വർഷം കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം. ഐ ആം വെയിറ്റിംഗ് ഫോർ ദ കൗൺസിലിംഗ് ഓർ അലോട്ട്മെന്റ്. അത് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ ആവും. സപ്പോസ് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ ആയിട്ടും ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അപ്പൊ ഇതാണ് എന്റെ പ്ലാൻ ബി. ഇനി ഈ കോഴ്സും അല്ലെ ഞാൻ പ്ലാൻ ബിയും കിട്ടില്ല, എന്ത് ചെയ്യും? പ്ലാൻ സി. അപ്പൊ അറ്റ്ലീസ്റ്റ് ABC ഇങ്ങനത്തെ 3 പ്ലാൻസ് എങ്കിലും നിങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ നിങ്ങൾക്ക് നല്ല മനസ്സമാധാനത്തോടെ ഇരിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഇത്തരം മിസ്റ്റേക്കുകൾ തീർച്ചയായിട്ടും ഒഴിവാക്കുക. അപ്പൊ കൂടുതൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് വീഡിയോസ് ഒക്കെ നമ്മുടെ സൈലന്റ് നീറ്റ് ഇൻഫോ സീരീസിൽ വരുന്നുണ്ട്. വെയിറ്റ് ഫോർ ഇറ്റ്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്